മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താനായില്ല. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഡ്രൈവർ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. യദുവിനെയും കണ്ടക്ടർ സുബിനെയും തമ്പാനൂർ സ്റ്റേഷനിൽ മാസ്റ്റർ ലാൽ സജിയെയും ഇന്നലെ വരെ ചോദ്യം ചെയ്തിരുന്നു. മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിന് ശേഷം ബസ്സിൽ കയറി മെമ്മറി കാർഡ് പരിശോധിച്ചെന്ന ഡ്രൈവർ യദു പറഞ്ഞ സമയങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടർ സുബിനെ കഴിഞ്ഞ ദിവസം രാവിലെ വെമ്പായത്തെ വീട്ടിലെത്തി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു. സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജിയെ വിഴിഞ്ഞത്തെ വീട്ടിൽ നിന്നും പുലർച്ചെ പോലീസ് എത്തി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി. ഇരുവരുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെയാണ് ഡ്രൈവർ യദുവിനെയും പോലീസ് വാഹനത്തിൽ വീട്ടിൽ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. വിവാദ സംഭവത്തിന് ശേഷം സുബിൻ ബസ്സിൽ ഡ്രൈവർ സീറ്റിനടുത്തേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. എന്നാൽ തനിക്ക് മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ലെന്നാണ് സുബിന്റെ മൊഴി. തർക്കമുണ്ടായതിന് പിന്നാലെ ബസ് തമ്പാനൂർ ടെർമിനലിൽ കൊണ്ടുവന്നപ്പോൾ ചുമതലയിലുണ്ടായിരുന്ന ആളാണ് ലാൽ സജി. ബസ്സിനടുത്തേക്ക് പോയിട്ടില്ലെന്നാണ് ഇയാളുടെ മൊഴി. വൈകിട്ടോടെ 3 പേരെയും വിട്ടയച്ചു. മൊഴികൾ വിശദമായി പരിശോധിച്ച് യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യും. 27-ാം തീയതി രാത്രിയാണ് യദുവിനെ അറസ്റ്റ് ചെയ്തത്. 28-ാം തീയതിയോടെ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. അതിനുശേഷം ബസ് തമ്പാനൂർ ഭാഗത്ത് നിർത്തിയിട്ട സ്ഥലത്ത് യദു എത്തിയിട്ടുണ്ട്. ബസ്സിന് സമീപത്തായി എത്തിയ കാര്യം യദു ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തു. ബസ്സിൽ മെമ്മറി കാർഡ് ഉണ്ടെന്ന് കണ്ടക്ടറെ കൂടാതെ അറിവുള്ള രണ്ടാമത്തെ ആൾ യദുവാണ്. മാധ്യമങ്ങളോട് പ്രതികരിച്ചതിലും പിന്നീട് യദു നൽകിയ മൊഴിയും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. രജീഷ് നരിക്കുനിയുടെ വിശദാംശങ്ങളുമായി. രജീഷ്, ഈ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കുകയാണ്. പക്ഷേ ഈ യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനം, ഒപ്പം ഈ സുബിനെയും രണ്ടിലധികം തവണ ചോദ്യം ചെയ്യലിലൂടെ ഈ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പോലീസ് ഇപ്പോഴും കരുതുന്നുണ്ടോ? മറ്റെന്തെങ്കിലും വഴി ഈ ഒരു മെമ്മറി കാർഡ് മറ്റാരെങ്കിലും എടുത്തു മാറ്റാനുള്ള സാധ്യത അതെങ്ങനെയാണ് പോലീസ് കാണുന്നത്? അതിൽ മെമ്മറി കാർഡ് എവിടെ എന്ന വലിയ ചോദ്യം തന്നെയാണ് ഉയർന്നത്. കാരണം സർക്കാർ ബസ്സിലെ കൃത്യമായി രേഖകൾ സൂക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മെമ്മറി കാർഡാണ് നഷ്ടമായിരിക്കുന്നത്. അന്ന് സംഭവം ഉണ്ടായ ദിവസം നൽകിയ മൊഴിയും, അതായത് പിന്നീട് ബസ്സിനടുത്ത് പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഈ കേസിലെ യദു നൽകിയ മൊഴി പരസ്പര വൈരുദ്ധ്യമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്നാണ് വീണ്ടും ഇപ്പോൾ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞു സ്റ്റേഷൻ ഇറങ്ങിയ ശേഷം ബസ്സിനടുത്ത് പോയി എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസമാണ് പോയതെന്ന് പറയുന്നു. അത്തരത്തിൽ വൈരുദ്ധ്യപരമായ രീതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഇതിനെ തുടർന്നാണ് യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. കണ്ടക്ടറെയും അതോടൊപ്പം തന്നെ സ്റ്റേഷൻ മാസ്റ്ററെയും ഇന്നലെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. കാരണം അതിനുശേഷം ഈ സംഭവം നടന്ന് പോലീസ് എത്തിയ ശേഷം അവിടെ നിന്നും ഡിപ്പോയിലേക്ക് ബസ് കൊണ്ടുപോകുന്നതിന് ചുമതല സ്റ്റേഷൻ മാസ്റ്റർക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ബസ്സിനടുത്തേക്ക് താൻ പോയിട്ടില്ല, കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ബസ്സിനടുത്തേക്ക് താൻ പോയിട്ടില്ല എന്നാണ് സ്റ്റേഷൻ മാസ്റ്റർ മൊഴി നൽകിയിരിക്കുന്നത്. യദുവിനെയും അതോടൊപ്പം തന്നെ സുബിനെയും ഇന്നലെ പോലീസ് രാവിലെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. 3 പേരെയും ചോദ്യം ചെയ്തതിൽ ലഭിച്ച വിവരങ്ങൾ കൃത്യമായ മൊഴികൾ രേഖപ്പെടുത്തി അത് പരിശോധിച്ച് അതിൽ വൈരുദ്ധ്യമുണ്ടോ അല്ലെങ്കിൽ തുറന്ന് അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും അല്ലെങ്കിൽ ഏത് തരത്തിലേക്ക് അല്ലെങ്കിൽ ആര് എന്ന തരത്തിലേക്കൊക്കെ നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. എന്തായാലും നൽകിയിരിക്കുന്ന മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാൽ തുറന്ന് യദുവിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അഖിൽ, അപ്പോൾ യദുവിൻ്റെ പരാതിയിൽ പോലീസ് എടുത്ത കേസ്, അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? ഒപ്പം തന്നെ മേയറിൻ്റെ പരാതിയിൽ എടുത്ത കേസ്, ഇത് രണ്ടും 2 കേസായി തന്നെ അന്വേഷിക്കുമ്പോൾ ഈ ഏറ്റവും നിർണായകമാവുക ഈ മെമ്മറി കാർഡ് ലഭിച്ചാൽ മാത്രമേ ഈ ആര്യ രാജേന്ദ്രൻ്റെ ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ പോലീസിന് സാധിക്കൂ എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും അതന്നെ. ശാസ്ത്രീയമായ തെളിവ് ക്യാമറയിൽ ലഭിച്ചാൽ മാത്രമേ തുറന്ന നടപടിയിലേക്ക് പോലീസ് കടക്കാൻ കഴിയുള്ളൂ. കാരണം ബസ്സിലുള്ള ആരും മേയർക്കോ അല്ലെങ്കിൽ MLA സച്ചിൻ ദേവ് MLAക്ക് എതിരെയോ പരാതിയായോ മൊഴി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പിന്നീട് ഏക ദുഃസാക്ഷി ബസ്സിലെ കണ്ടക്ടറാണ്. കണ്ടക്ടർ പറഞ്ഞ സമയത്ത് താൻ ബസ്സിൻ്റെ പുറകിലായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സുബിൻ നൽകിയിരിക്കുന്ന മൊഴി. പിന്നീട് ഒരു അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത ഒരു കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണെങ്കിൽ ഈ മെമ്മറി കാർഡ് ലഭ്യമാണ്. മെമ്മറി കാർഡ് ലഭ്യമാണെങ്കിൽ ബസ്സിനകത്ത് സച്ചിൻ ദേവ് MLA കയറിയിരുന്നോ, ബസ്സിൽ യാത്രക്കാരെ ഇറക്കി വിട്ടിരുന്നോ, യദുവിൻ്റെ ആരോപണങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നൊക്കെ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യദുവിൻ്റെ പരാതിയിൽ പറയുന്നത് പ്രകാരം ഈ ബസ് തടഞ്ഞു നിർത്തലും ഈ അസഭ്യം പറയലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റ് മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ? അതിൽ ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നാണ്. കാരണം ബസ്സിൻ്റെ മുമ്പിൽ കാർ നിർത്തുകയും അതോടൊപ്പം തന്നെ പുറത്തിറങ്ങി ബസ്സിൽ മേയർ സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. പക്ഷേ സച്ചിൻ ദേവിനെതിരെയും ഇതേ രീതിയിലുള്ള പല ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിന് ബസ്സിനകത്ത് കയറി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സച്ചിൻ ദേവിനെതിരെ യദു നൽകിയിരിക്കുന്ന മൊഴി. അത് കൃത്യമായി അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ബസ്സിനകത്തുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ആ CCTVകൾ അല്ലെങ്കിൽ ആ മെമ്മറി കാർഡാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചത്. എന്തായാലും ഈ മൊഴികളൊക്കെ പരിശോധിച്ച ശേഷമായി തുറന്ന നടപടിയിലേക്ക് എന്തായാലും പോലീസ് കടക്കുക.
ശരി, ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. മെമ്മറി കാർഡ് ഉടൻ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. രജീഷ് നരിക്കുനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.